എൻ്റെ വിഷയം ലിബറലിസം ഒരു റിട്രീറ്റിൻ്റെ ഒരു പിന്മടക്കത്തിൻ്റെ പാതയിലാണ്. പ്രധാനമായും അത് ഒരു ഡയലമയെ, ഒരു ധർമ്മസങ്കടത്തെ അഭിമുഖീകരിക്കുന്നു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപക്ഷെ ലിബറലിസത്തിന് ഒരു ലിബറലിസത്തിന് അങ്ങനെ ഒരു മാർപ്പാപ്പയോ ഒരു ബൈബിളോ ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു പ്രാമാണിക ഗ്രന്ഥമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് 19ാം നൂറ്റാണ്ടിലെ ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ ഓൺ ലിബേർട്ടി എന്ന പുസ്തകം. ഒരു കാനോണിക്കൽ ടെക്സ്റ്റാണ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കൊച്ചു കൊച്ചു കമ്മ്യൂണിസങ്ങൾ, അതിനൊരു പേരുണ്ട്. അതാണ് വോക്ക് എന്ന് പറയുന്നത്. ഇന്ന് വോക്ക് മാർക്സിസം അല്ലെങ്കിൽ വോക്ക് ഐഡിയോളജി. ഇത് പല ലേബലുകളായിട്ടാണ് ഈ ലിറ്റിൽ കമ്മ്യൂണിസംസ്, ലിറ്റിൽ ഐഡിയോളജീസ് വർക്ക് ചെയ്യുന്നത്. പല ലേബലുകളാണ്. കമ്മ്യൂണിസത്തിന് തിന്മകൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിലും ഈ പറയുന്ന കൊച്ചു കൊച്ചു കമ്മ്യൂണിസങ്ങളിൽ നിന്ന് ഞാൻ പറഞ്ഞത് പലപ്പോഴും പലതരത്തിലുള്ള നന്മകളുടെ ലേബലുകളായിട്ടാണ്. ഉദാഹരണത്തിന് ആൻറ്റി റേസിസം, ആൻറ്റി സെക്സിസം, ആൻറ്റി കൊളോണിയലിസം, ആൻറ്റി സയണിസം, ആൻറ്റി ഇസ്ലാമോഫോബിയ, ആൻറ്റി ട്രാൻസ്ഫോബിയ, അങ്ങനെ കുറേ പ്രോ എൻവയോൺമെൻറ്റ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഇവരുണ്ടാക്കിയ ഒരു ഓർത്തഡോക്സി ഉണ്ട്, യാഥാസ്ഥിതികത്വം. ആ ഓർത്തഡോക്സിക്കെതിരെ ഉണ്ടാവുന്ന ചെറിയ ശബ്ദങ്ങൾ, ചെറിയ വിമത ശബ്ദങ്ങളെ പോലും നിശബ്ദമാക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ ലിബറൽ ലോകത്ത് പക്ഷേ സാങ്കല്പികമായിട്ട് പറയുകയാണ്, ഇന്ന് ജോൺ സ്റ്റുവർട്ട് മില്ല് എന്ന ഈ 19ാം നൂറ്റാണ്ടിലെ ക്ലാസിക്കൽ ലിബറൽ ഫിലോസഫർ സന്ദർശിക്കുകയാണെങ്കിൽ കാണുന്ന കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ തന്നെ ദർശനങ്ങളെ, തത്വങ്ങളെ, അതായത് ലിബറലിസത്തെക്കുറിച്ചുള്ള തത്വങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, ഒരുതരം കോനൻഡ്രം എന്ന ഒരവസ്ഥയുണ്ട്. ഒരു വിഷമസന്ധിയിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന അങ്ങനെ ജോൺ സ്റ്റുവർട്ട് മില്ല് കാണുന്ന കാഴ്ചകൾ അദ്ദേഹത്തെ വിഷമസന്ധിയിലാക്കിയേക്കാവുന്ന ചില സന്ദർഭങ്ങളിലൂടെ ഒരു ചെറിയ ഷോർട്ട് ട്രിപ്പ് നടത്തുക എന്നുള്ളതാണ് ഞാൻ ഈ അവതരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ലിബറലിസത്തിലെ അടിസ്ഥാനപരമായിട്ട് വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ, അതാണ് ലിബറലിസം എന്ന് പറയുന്നത്. ഈ വ്യക്തി സ്വാതന്ത്ര്യങ്ങളിലെ മാതാവാണ് ലിബറലിസത്തിൽ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീ സ്പീച്ച് എന്നത്. ഫ്രീ സ്പീച്ചിനെ കുറിച്ച് വിശദമായി ഈ ഓൺ ലിബേർട്ടിയിൽ എന്ന കൃതിയിൽ പറയുന്നുണ്ട്. അതിൽ ഒരു ഉദ്ധരണി ഞാനിവിടെ കൊടുക്കുകയാണ്. നടപ്പിലിരിക്കുന്ന നമ്മൾ ഇന്ന് നിൽക്കുന്ന മേധാവിത്വമുള്ള അഭിപ്രായത്തിൻ്റെയും വികാരത്തിൻ്റെയും സെൻറ്റിമെൻറ്റ്സ് സ്വേച്ഛാധിപത്യത്തിനെതിരെയും സ്വന്തം ആശയങ്ങളും ആചാരങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളായി തങ്ങളോട് വിയോജിക്കുന്നവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള സമൂഹത്തിൻ്റെ പ്രവണതയ്ക്കെതിരെയും സംരക്ഷണം വേണമെന്നാണ്. അപ്പോൾ ഒരു സ്റ്റാറ്റസ് കോക്കെതിരെ അഭിപ്രായം പറയുന്നവർക്കാണ് സംരക്ഷണം വേണ്ടത്. പക്ഷേ ഇന്ന് ഈ ഞാൻ പറഞ്ഞ വോക്ക് ഐഡിയോളജികൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടേതായ ചില ഓർത്തഡോക്സിയാണ്. അത് ഞാൻ വിശദീകരിക്കാം. ഫ്രീ സ്പീച്ചിനെ കുറിച്ച് മറ്റൊരു പ്രസിദ്ധമായ നിരീക്ഷണം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിതാണ്, ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിരിക്കുക, നമ്മളൊക്കെ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ കുറിച്ചൊക്കെ പറയുമ്പം ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണിയാണിത്, ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ. ഒരാളൊഴികെ മറ്റെല്ലാ മനുഷ്യരും ഒരേ അഭിപ്രായത്തിലാണെങ്കിൽ ആ ഒരു വ്യക്തിയെ മനുഷ്യവർഗം നിശബ്ദനാക്കുന്നതിന് യാതൊരു വിധത്തിലും ന്യായീകരിക്കാവുന്നതല്ല. ഇതുപോലെ ആ ആൾക്ക് അധികാരമുണ്ടെങ്കിൽ മനുഷ്യരാശിയെ നിശബ്ദരാക്കുന്നത് ന്യായീകരിക്കാനാവാത്തതുപോലെ ഇന്ന് ജോൺ സ്റ്റുവർട്ട് മില്ല് ഇന്നത്തെ സമകാലിക ലിബറൽ ലോകത്ത് സന്ദർശിക്കുകയാണെങ്കിൽ അദ്ദേഹം കാണുന്നത് ഈ പറഞ്ഞ തത്വങ്ങൾക്കൊക്കെ ഘടകവിരുദ്ധമായ ഒരു യാഥാർത്ഥ്യമായിരിക്കും അദ്ദേഹം ഇന്ന് ഒരുപക്ഷെ സാക്ഷ്യം വഹിക്കുക. അതായത് മാഗ്ന കാർട്ടയുടെ നാടാണ് അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം രാജ്യമായ ഇംഗ്ലണ്ട്.
മാഗ്ന കാർട്ടയുടെ നാടെന്നൊക്കെ, അതായത് ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു രാജ്യം. അവിടെ നിന്നുള്ളൊരു വാർത്ത ആണിത്, അവിടുത്തെ ഒരു പത്രം കൊടുത്താണ്. അതായത് ഈ അടുത്ത കാലത്ത് ഇംഗ്ലണ്ടിൽ, ഈ ബ്രിട്ടനിൽ ചില സെക്ടേറിയൻ വയലൻസ് റാറ്റുകളൊക്കെ നടന്നിരുന്നു. അപ്പോൾ പുതിയ ലേബർ ഗവൺമെൻറ് വന്നപ്പം അവിടെ ഈ ഓൺലൈൻ സേഫ്റ്റി ആക്ട് എന്ന ആക്ട് ഉപയോഗിച്ചുകൊണ്ട്, ഈവൻ നമ്മുടെ നാട്ടിൽ പോലും അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടാകുന്ന നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ആ ആക്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഫേസ്ബുക്കിലും ട്വിറ്ററിലും കമൻറ്റ് ഇട്ടതിൻ്റെ പേരിൽ, പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിലൊക്കെ അവിടെ ആളുകൾക്കെതിരെ കേസെടുക്കുന്നു. 300ഓളം ആളുകൾക്കെതിരെ കേസ്. കുറച്ച് മുമ്പത്തെ ഒരു മാസം മുമ്പുള്ള വാർത്തയാണ്. 300ഓളം പേരെ ആളുകൾക്കെതിരെ കേസെടുക്കുകയും ചാർജ് ചെയ്യുകയും ഏതാണ്ട് 67ഓളം പേരെ കുറ്റം കൺവിക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതായത് സ്റ്റേറ്റ് സ്പോൺസേഡ്സ് സെൻസർഷിപ്പ് എന്നൊക്കെ നമ്മൾ സോവിയറ്റ് യൂണിയനെ കുറിച്ചും ഒരുപക്ഷെ ഇറാനിലെ ഇന്നത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിലൊക്കെ ഇതൊന്നും വലിയ ഒരു അത്ഭുതമല്ല. പക്ഷേ ഇത് ഇംഗ്ലണ്ടിൽ, ബ്രിട്ടനിൽ ഇത് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ ജോൺ സ്റ്റുവർട്ട് മിൽ എന്ന ക്ലാസിക്കൽ ലിബറൽ ഫിലോസഫറെ തീർച്ചയായും ഞെട്ടിക്കുമെന്നതിൽ സംശയിക്കേണ്ട കാര്യമല്ല. അതുപോലുള്ളൊരു സ്റ്റേറ്റ് സ്പോൺസേഡ് സെൻസർഷിപ്പ് എന്ന് പറയുന്നത് ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ ഒന്നും ഭാവനയിൽ പോലും ഒരുപക്ഷെ കണ്ടിരിക്കാൻ സാധ്യതയില്ല. ഇത് ഞാനൊരു ഉദാഹരണം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അനേകം ഉദാഹരണങ്ങൾ. കേസെടുക്കുക മാത്രമല്ല, സെൻസർഷിപ്പ് മാത്രമല്ല, പറയുന്ന ആളുകളെ ക്യാൻസൽ ചെയ്യുക. സ്വന്തം അഭിപ്രായം, ജോൺ സ്റ്റുവർട്ട് മില്ല് പറഞ്ഞെന്താണ്, അങ്ങനെയുള്ള ആളുകൾക്ക് സംരക്ഷണം, നിലനിൽക്കുന്ന സ്റ്റാറ്റസ് കോ എതിരെ സംസാരിക്കുന്നവർക്ക് സംരക്ഷണം വേണ്ടിടത്താണ് ആ സ്റ്റാറ്റസ് കോയെ ചെറുതായിട്ട് വിമർശിക്കുന്ന വിമത ശബ്ദങ്ങളെ നിശബ്ദരാക്കുന്നത്. ഇത് 2005 അന്നത്തെ ഹാർവേഡ് യൂണിവേഴ്സിറ്റി പ്രസിഡൻ്റാണ്, നമ്മുടെ വൈസ് ചാൻസലർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ആ ലോറൻസ് സമേഴ്സ് ആണ് ഇത് ചിത്രത്തിൽ കാണുന്നത്. അദ്ദേഹം ഈ 2005 ഒരു ലെക്ചർ പരിപാടിയിൽ സംസാരിക്കവേ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതായത് ഈ സ്റ്റെം വിഷയങ്ങളിൽ, സ്റ്റെം എന്ന് പറഞ്ഞാൽ സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ്, മാത്ത്, ഈ മേഖലയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറവായതിന് ഒരു കാരണം, സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ ഈ മേഖലയിൽ കുറവാണ്. അതിനൊരു കാരണം ഒരുപക്ഷെ സെക്സ് ഡിഫറൻസസ്, സഹജമായി ഇന്നേറ്റ് ആയിട്ടുള്ള സെക്സ് ഡിഫറൻസസ് ആവാം അതിനുള്ള കാരണം. അല്ലാതെ ആരെങ്കിലും സ്ത്രീകൾ ഈ മേഖലയിലേക്ക് വരുന്നത് തടയുന്നത് കൊണ്ടൊന്നുമില്ല എന്നുള്ള ഒരു നിരീക്ഷണം വിത്ത് ഡാറ്റ അദ്ദേഹം അവതരിപ്പിച്ചു. തീർന്നു. ഇത് ഈ ഒരു അഭിപ്രായം പറഞ്ഞതിന് ലോറി സമേഴ്സിനെ ഒരു സെക്സിസ്റ്റായും ആൻറ്റി ഫെമിനിസ്റ്റായും ഒക്കെ ചിത്രീകരിക്കുകയും അദ്ദേഹം ഈ പ്രസിഡന്റ് സ്ഥാനം, അതായത് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തു. ഹി വാസ് ഫോഴ്സ്ഡ് ടു റിസൈൻ. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഡീപ്ലാറ്റ്ഫോം ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, ആളുകളുടെ തൊഴിൽ. ഗൂഗിളിലൊരു ഡാമോർ എന്ന് മറ്റു പറഞ്ഞൊരു ഒരു അഭിപ്രായം പറഞ്ഞതിനാണ് അയാൾക്ക് ഗൂഗിളിൽ നിന്ന് രാജിവെച്ച് പോകേണ്ടി വന്നു. ഒരുപാട് ഇൻസിഡൻസ് ഇങ്ങനെ ക്യാൻസൽ കൾച്ചറിൻ്റെ എക്സാമ്പിൾസ് കാണിക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ലിറ്റിൽ കമ്മ്യൂണിസംസിൻ്റെ അവരുടെ തിറണിയുടെ, അവരുടെ വാഴ്ചയുടെ ചില ഉദാഹരണങ്ങൾ ഒന്ന് മാത്രമാണ്. ജോൺ സ്റ്റുവർട്ട് മില്ല് ഫ്രീഡം ഓഫ് സ്പീച്ചിനെ ന്യായീകരിക്കുന്നത് 2 കാരണങ്ങൾ പറഞ്ഞാൽ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. അതിലൊന്ന്, ഈ പറയുന്ന നിങ്ങൾ നിശബ്ദമാക്കുന്ന വിമത ശബ്ദം, അഭിപ്രായം ഒരുപക്ഷെ ശരിയായിരിക്കും. അങ്ങനെ അത് ശരിയായ അഭിപ്രായത്തെയാണ് നിങ്ങൾ നിശബ്ദമാക്കുന്നെങ്കിൽ അത് സമൂഹത്തിന് ആ സത്യം, വസ്തുത നിഷേധിക്കുകയാണ്. സമൂഹം നിഷേധിക്കപ്പെടുകയാണ്. ആ വസ്തുത സമൂഹത്തിന് കിട്ടാതെ പോവുകയാണ്. ഇനി അഥവാ അത് ഫാൾസ്ഹുഡാണെന്ന് തന്നെ കരുതുക, എന്നാൽ പോലും അസത്യങ്ങൾ പോലും സത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. അതാണ് രണ്ടാമത്തെ കാരണം. ഈ 2 കാരണങ്ങളാണ് ഓൺ ലിബർട്ടിയിൽ ജോൺ സ്റ്റുവർട്ട് മില്ല് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന 2 കാരണങ്ങളാണ്.
എന്നാൽ ഇന്നത്തെ ഈ ഞാൻ പറഞ്ഞ വോക്ക് ആക്ടിവിസ്റ്റുകൾ, ഈ സ്മോൾ സ്കെയിൽ കമ്മ്യൂണിസങ്ങളുടെ ആക്ടിവിസ്റ്റുകൾ. എന്താണ് ഞാൻ ഈ കമ്മ്യൂണിസം എന്ന് പറയാനുള്ള കാരണം വെച്ചാൽ, ഈ കമ്മ്യൂണിസത്തിൽ ക്ലാസ് സ്ട്രഗിളാണ്, വർഗങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ വോക്ക് ഐഡിയോളജിയിൽ ഒരു ബൈനറിയിൽ, അതായത് ഒപ്രസർ ആൻഡ് ഒപ്രസ്ഡ്, ഏത് മനുഷ്യ സമൂഹത്തെയും ബന്ധങ്ങളെയും ഈ ഇതിൽ ഒപ്രസർ ഒപ്രസ്ഡ് ബൈനറിയിൽ തൂക്കിയിടുക. എന്നിട്ട് ഇവർ തമ്മിലുള്ള സംഘർഷം, അത് പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ വ്യത്യസ്ത റേസിലുള്ള വർഗങ്ങളിലുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ഈ ബൈനറിയിൽ കെട്ടിയിടുക. ഈ പറയുന്ന വോക്ക് ആക്ടിവിസ്റ്റുകൾ ഈ ജോൺ സ്റ്റുവർട്ട് മില്ലിൻ്റെ ഇത് അംഗീകരിക്കുന്നില്ല. ഒരു കാര്യം സത്യമാണെങ്കിൽ അത് പറയരുത്. കാരണം സോഷ്യൽ ജസ്റ്റിസ് എന്ന അവരുടെ മതത്തിന് അത് മതത്തെ നിന്ദിക്കുന്നതായിരിക്കും. അതൊരു ഹെറസിയാണ്, അതൊരു ബ്ലാസ്ഫമിയാണ്. അങ്ങനെ ബ്ലാസ്ഫമി ചെയ്യുന്നത് സത്യം പറയുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്ക് അതിൻ്റെ നെഗറ്റീവ് കോൺസിക്വൻസസ് അവർ അനുഭവിച്ചേ തീരും. അത് അവരുടെ ജോലി നഷ്ടപ്പെടുന്നതാവാം, അവരെ ഡീപ്ലാറ്റ്ഫോം ചെയ്യുന്നതാവാം, അവരെ റദ്ദ് ചെയ്യുന്നതാവാം. നമ്മൾ ഇതുവരെ കണ്ടത് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്നതിനെ അതിൻ്റെ പേരിൽ ഇരകളാവുന്നവരാണ്. ഇനി ഈ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുന്നത്, അത് ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന ശക്തികൾ, ഗ്രൂപ്പുകൾ, ആളുകൾ ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാൽ എങ്ങനെ ഇരിക്കും? ജോൺ സ്റ്റുവർട്ട് മില്ല്, ഞാൻ എൻ്റെ ഈ ഭാവന അദ്ദേഹത്തിൻ്റെ ഭാവനാ സന്ദർശനത്തിൽ ഒരുപക്ഷെ ഏറ്റവും വേഗത്തിൽ സന്ദർശിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം യൂണിവേഴ്സിറ്റികളായിരിക്കും. കാരണം ലിബറലിസത്തിൻ്റെ ധമനികളാണ് സർവകലാശാലകൾ. എന്നുവെച്ചാൽ ലിബറൽ ആർട്സ് എഡ്യൂക്കേഷൻ്റെ കേന്ദ്രങ്ങളാണ്. ഈ October 7 ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഹമാസ് ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ഇസ്രായേലിൽ 1000-ലധികം ജൂതന്മാർ കൊല്ലപ്പെടുകയും 250ഓളം ആളുകളെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി കൊണ്ടുപോവുകയും നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയൊക്കെ ചെയ്ത ആ ഭീകരാക്രമണത്തിൽ തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹം അമേരിക്കയിലെ സർവകലാശാലകളിലൊക്കെ സന്ദർശിക്കുകയാണെന്ന് കരുതുക. അദ്ദേഹം കാണുന്നത് വലിയ പ്രതിഷേധങ്ങൾ, ടെൻ്റ് കെട്ടി വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രതിഷേധം ഹമാസിന് എതിരായിരിക്കും, ഈ ആക്രമണത്തിനെതിരായിരിക്കും എന്നായിരിക്കും ധരിച്ചിരിക്കുക. പക്ഷെ ശരിക്കും തൊട്ടടുത്ത ദിവസം ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയാണ് ഇത് കാണിക്കുന്നത്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ തൊട്ടടുത്ത ദിവസം October 8-നാണ് പ്രതിഷേധം ആരംഭിക്കുന്നത്. അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരിൽ പലരും ഈ പ്രതിഷേധത്തിൽ ചേർന്നു. അത് ഗാന്ധിയൻ സമരമൊന്നുമല്ല, അക്രമാസക്തമായ സമരമായിരുന്നു. അവിടെ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം അതാണിത്: ഫ്രം ദ റിവർ ടു ദ സീ പാലസ്റ്റൈൻ വിൽ ബി ഫ്രീ. ഇത് ഒരു മോഡിഫൈഡ് മുദ്രാവാക്യം. ഇതിന് ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ ഇത് ഫ്രം ദ വാട്ടർ ടു ദ വാട്ടർ പാലസ്റ്റൈൻ വിൽ റിമെയിൻ അറബ് എന്നാണ്. അത് പിന്നെ അറബ് മാറ്റിയിട്ട് ഒരു പലസ്തീനയിൽ ചേർത്താണ്. അത് പിന്നീട് അത് വലിയ മറ്റൊരു ചരിത്രമാണ്. ഈ മുദ്രാവാക്യത്തിനും പ്രത്യക്ഷമായിട്ട് നമുക്കതൊരു നിഷ്കളങ്കമായ മുദ്രാവാക്യം എന്നൊക്കെ തോന്നാം. ഒരുപക്ഷെ ഈ പ്രതിഷേധങ്ങളിലൊക്കെ പങ്കെടുത്ത ആളുകൾ അങ്ങനെ അതിൽ ചിലരെങ്കിലും അങ്ങനെ അത് നിഷ്കളങ്കമായ പ്രതിഷേധ മുദ്രാവാക്യമാണെന്നും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെഡിറ്ററേനിയൻ കടൽ മുതൽ ജോർദാൻ നദി വരെയുള്ള പ്രദേശത്തെ ഇസ്രായേലിൻ്റെ ഒക്യുപ്പേഷനിൽ നിന്നും മോചിപ്പിച്ച് അവിടെ ഭൂരിപക്ഷമാവുന്ന അറബികളും മുസ്ലിങ്ങളും പിന്നെ ന്യൂനപക്ഷമാവുന്ന ജൂതന്മാരും ഒക്കെ ശിഷ്ടകാലം വളരെ സ്നേഹിച്ചും പരസ്പരം അങ്ങനെ വീർപ്പുമുട്ടിച്ച് അങ്ങനെ ജീവിച്ചു കഴിയുമെന്നൊക്കെയാണ് കരുതിയിട്ടുണ്ടാവുക. പക്ഷെ അവിടെ ജീവിക്കുന്ന ജൂതന്മാർക്കറിയാം അതിന് തൊട്ട് ചുറ്റും കിടക്കുന്ന അറബ് രാജ്യങ്ങളിലെ ജൂതന്മാർക്ക് എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ മുദ്രാവാക്യത്തിൻ്റെ യഥാർത്ഥ ഇൻറ്റൻഷൻ എന്നത് ഒരുപക്ഷെ ജോൺ സ്റ്റുവർട്ട് മില്ലിനും ആദ്യം മനസ്സിലായി കാണുന്നില്ല. അങ്ങനെ എൻ്റെ ഈ ഭാവനാ സന്ദർശനത്തിൽ അതിൻ്റെ യഥാർത്ഥ ഇൻറ്റൻഷൻ മനസ്സിലാകാത്തവർക്ക് മറ്റൊരു മുദ്രാവാക്യം കൂടിയുണ്ട്. അതും ഈ പ്രതിഷേധത്തിലൊക്കെ മുഴങ്ങിക്കേട്ടതാണ്. അത് ഇതാണ്: ഖൈബർ ഖൈബർ യാ യഹൂദ് ജയ്ഷെ മുഹമ്മദ് സൗഫ യഹൂദ്. എന്നുവെച്ചാൽ ഇസ്ലാമിൻ്റെ ആദ്യ ദശകങ്ങളിൽ നടന്ന ഒരു ചരിത്രത്തെ, ജൂതന്മാരുടെ
ജൂതന്മാർക്ക് എന്ത് സംഭവിച്ചു, അവരുടെ എത്നിക് ക്ലെൻസിങ്ങിൻ്റെ ഒരു ചരിത്ര സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന വളരെ ജനസൈഡൽ ഇൻറ്റൻഷനുള്ള വംശഹത്യ ഉദ്ദേശത്തോടുകൂടിയുള്ള ഒരു മുദ്രാവാക്യമാണ്. അവിടെ ഖൈബർ എന്ന് പറയുന്ന മദീനക്കടുത്തുള്ള ഒരു പ്രദേശമാണ്. അവിടെ ജൂതന്മാരെ മൊത്തത്തിൽ ഇല്ലാതാക്കിയാണ്. അത് നിങ്ങൾക്ക് ചരിത്രത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നതാണ്. ഒരു മോഡൽ ലിബറൽ സമൂഹത്തിൽ, മാതൃകാ ലിബറൽ സമൂഹം അങ്ങനെ ഒന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഉണ്ട് എന്ന് കരുതുക. അതിൽ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയം എന്നതൊരു ഒരു സംവാദമാണ്, ഒരു ഡയലോഗാണ്. പോളിറ്റിക്സ് ഈസ് എ യൂണിവേഴ്സൽ ഡയലോഗ്. എന്താണ് യൂണിവേഴ്സൽ ഡയലോഗ് എന്ന് വെച്ചാൽ നമ്മുടെ എന്ത് അഭിപ്രായവും ഭയമില്ലാതെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, അതാണ് സംവാദം. പക്ഷെ ഈ ഒരു ലിബറലിസം എൻവിസേജ് ചെയ്യുന്ന, വിഭാവനം ചെയ്യുന്ന ഈ ഒരു മോഡൽ സൊസൈറ്റിയിൽ ലിബറലിസത്തിൻ്റെ തത്വങ്ങളെ തന്നെ അംഗീകരിക്കാത്ത, ഫ്രീ സ്പീച്ച്, ടോളറൻസ്, ഇതൊന്നും അംഗീകരിക്കാത്ത ആളുകൾ ഈ പറയുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ദുരുപയോഗിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇത് ഇത്രയേ ഉള്ളൂ. അതായത് ഡിയർബോൺ ഹൈറ്റ്സ് എന്ന് പറയുന്ന അമേരിക്കയിലെ മിച്ചിഗൺ സംസ്ഥാനത്തെ ഒരു സ്ഥലം, ഒരു ചെറിയ ടൗണാണ്. അവിടെ ഈ മാർച്ച് 19 കഴിഞ്ഞ മാർച്ച് 19 ഒരു പലസ്തീൻ അനുകൂല ഒരു ഫണ്ട് റേസിംഗ് പരിപാടിയിൽ പങ്കെടുത്ത അവിടുത്തെ ഒരു ആളാണ് പറയുന്നത്. അതായത് മുസ്ലിങ്ങൾക്ക് അതായത് പാശ്ചാത്യ ലോകം എല്ലാം നേടി, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, ഞങ്ങൾ അപമാനിതരാണ്, അപ്പോൾ ഞങ്ങൾ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യും, ഈ ലിബറൽ വെസ്റ്റേൺ സിവിലൈസേഷൻ ഷുഡ് ഫാൾ. അമേരിക്കയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, വെസ്റ്റേൺ സിവിലൈസേഷൻ ഷുഡ് ഫാൾ. അങ്ങനെ അതിൻ്റെ പതനത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഞങ്ങളുടെ ആളുകൾ, അതായത് ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ പോരാടാൻ, യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. അപ്പം ലിബറലിസത്തിൻ്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് അതിൻ്റെ അസാസിൻസിന് തന്നെ, അതിൻ്റെ ഘാതകർക്ക് തന്നെ കിട്ടിയാലുണ്ടാവുന്ന ഒരവസ്ഥ ഒരുപക്ഷെ മില്ലിനെ ഞെട്ടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഒരുപക്ഷെ നിങ്ങളൊക്കെ ഇയാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഈ അടുത്ത കാലത്ത് ട്രംപ് പ്രസിഡൻ്റായതിനു ശേഷം അവിടെ ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രതിഷേധം നടത്തിയ, ജൂതവിരുദ്ധ പ്രവർത്തനങ്ങളിലും ആൻറ്റിസെമിറ്റിക് വയലൻസൊക്കെ നടത്തിയ വിദേശ വിദ്യാർത്ഥികളുടെ വിസ ക്യാൻസൽ ചെയ്യുകയും അങ്ങനെ വിസ ക്യാൻസൽ നാട് കടത്താൻ വേണ്ടി അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ഒരു ആളാണ്. കുറേ ആളുകൾ അങ്ങനെ ചെയ്തു. പക്ഷേ ഇയാൾ മഹമ്മൂദ് ഖലീൽ എന്നാണ് ഇയാളുടെ പേര്. 30 വയസ്സുള്ള സിറിയയിൽ ജനിച്ച ആളാണ്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ ഇപ്പോൾ ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നടന്ന പ്രതിഷേധമാണ് പിന്നീട് മറ്റ് സർവകലാശാലകളിൽ വ്യാപിച്ചത്. അപ്പം ഈ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഈ സമരം, ഈ പ്രതിഷേധം നടത്തിയതിൻ്റെ ഒരു ഗ്രൂപ്പ് CUAD എന്നാണ്, കൊളംബിയ യൂണിവേഴ്സിറ്റി അപ്പാർത്തൈഡ് ഡൈവെസ്റ്റ്, CUAD. ഈ സംഘടനയുടെ നേതാക്കന്മാരിൽ ഒരാളാണ് ഈ മഹമ്മൂദ് ഖലീൽ. ഈ പ്രതിഷേധത്തിനിടെ യൂണിവേഴ്സിറ്റി അധികൃതരുമായിട്ടൊക്കെ ചർച്ച ചെയ്യാനൊക്കെ പോകുന്നത് ഇദ്ദേഹമാണ്. ഇവരുടെ ഈ CUADയുടെ കുറേ ലേഖനങ്ങൾ നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം, പ്രത്യേകിച്ച് സബ്സ്റ്റാക്ക് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ഇവരുടെ ഒരുപാട് ലേഖനങ്ങൾ നമുക്ക് വായിക്കാൻ കിട്ടും. അപ്പം ഈ സംഘടന ഇതൊരു ഫാർ ലെഫ്റ്റ് സംഘടനയാണ്, ഈ CUAD, അല്ലെങ്കിൽ ഫാർ ലെഫ്റ്റ് സംഘടനകളുടെ ഒരു കോalitionാണ്, ഒരു സഖ്യമാണ്. അതിൻ്റെ ഒരു ലക്ഷ്യമാണ്, പ്രത്യക്ഷത്തിൽ അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റി, കൊളംബിയ യൂണിവേഴ്സിറ്റി ഇസ്രായേലുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കാനാണ്. അവരുടെ ഗവേഷണപരവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുക. പക്ഷേ അവരുടെ യഥാർത്ഥ ലക്ഷ്യം ഇതാണ്: വി ആർ വെസ്റ്റേണേഴ്സ് ഫൈറ്റിംഗ് ഫോർ ദ ടോട്ടൽ ഇറാഡിക്കേഷൻ ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ. നമുക്ക് വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ തന്നെ ഉന്മൂലനത്തിന് വേണ്ടി ആണ് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണിത്. എവിടെ നിന്നാണിത്? കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ. അമേരിക്കയിലെ ലിബറൽ ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ലിബറൽ ജനാധിപത്യത്തിൻ്റെ ഉന്മൂലനം ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെ ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാൽ എങ്ങനെയിരിക്കും? മറ്റൊരു ഉദ്ധരണി കൂടി ഞാനിവിടെ ഇവരുടെ ഈ ലേഖനത്തിനെടുത്ത ഇതാണ്: ആസ് സ്റ്റുഡൻസ് ലിവിങ് ഇൻ ദ US, we recognize that we must work
ഹാർഡ് ടു വീക്കൻ US ഇമ്പീരിയലിസം. US ഇമ്പീരിയലിസം വിളിക്കുന്നത് ഈ വെസ്റ്റേൺ ലിബറലിസത്തെ തന്നെയാണ്. അതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾ ഈ പാശ്ചാത്യ ലോകത്തെ വിദ്യാർത്ഥികൾ. അപ്പോൾ ഈ ഓൺ ലിബേർട്ടി എന്ന ജോൺ സ്റ്റുവർട്ട് മിൽ അദ്ദേഹത്തിൻ്റെ ഓൺ ലിബേർട്ടി എന്ന കൃതി എഴുതുമ്പോൾ അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇതിനെ തകർക്കുന്ന ആളുകൾക്കും ഈ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വരുമോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കേണ്ടി വരുമോ എന്നുള്ളൊരു അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാൻ സാധ്യതയില്ല. ഈ ലിബറലിസത്തിൻ്റെ നമ്മളൊക്കെ ലിബറലുകളാണെന്ന് എനിക്കൊന്ന് ഈ ഓഡിറ്റോറിയത്തിലുള്ള മിക്ക ആളുകളും സ്വയം ലിബറൽ ആണ് എന്ന് അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ്, ഞാനടക്കം. കാരണം നമ്മളൊരു കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മളൊരു എന്താണ് മധുര മനോജ്ഞ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയൽ കമ്മ്യൂണിസം ഒക്കെ ഉണ്ടാവുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അതൊക്കെ ചെറിയ കോളേജ് കാലത്തെ ആ ചെറിയ കാലം ഒഴിച്ചാൽ ഞാനൊക്കെ ഒരു രാഷ്ട്രീയം അറിയാൻ തുടങ്ങിയത് മുതൽ ലിബറൽ എന്ന് സ്വയം അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആൾ നമ്മളൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ലിബറലിസത്തിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കുറേ പോസിറ്റീവ് ഔട്ട്കംസിൽ ഒന്ന് മതത്തെ ജനജീവിതത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അത് പുറന്തള്ളി എന്നതാണ്. എക്സ്പെൽ ഫ്രം ദ മെയിൻ സ്ട്രീം. മതമില്ലാതായി. ഏറെക്കുറെ ഈ പറയുന്ന ലിബറൽ സൊസൈറ്റികളിലൊക്കെ മതം അപ്രത്യക്ഷമായില്ല, പക്ഷേ മെയിൻ സ്ട്രീമിലല്ല. ഞാൻ മതം എന്ന് പറയുന്നത് മൊത്തം ഒരു മതം എന്നുള്ള ഒരു കോമൺ സാധനമല്ല. ക്രിസ്ത്യാനിറ്റി, അവിടുത്തെ പ്രബല മതം എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യാനിറ്റി സാമൂഹ്യ ജീവിതത്തിൽ നിന്നും പുറത്തായി. അവിടെ ഒരുപാട് പള്ളികളിങ്ങനെ അടച്ച് പൂട്ടി വിൽപ്പനക്ക് വെച്ചതിൻ്റെ ചിത്രങ്ങളാണ്. അതായത് ഒരു കണക്ക് പറയുന്നത് ഒരു പഠനം, അതായത് UK യിലും നെതർലൻഡ്സിലും ഫ്രാൻസിലും നടത്തിയൊരു പഠനമാണ്. അവിടെ UK യിലും നെതർലൻഡ്സിലും ക്രിസ്ത്യൻ പള്ളിയിൽ പ്രാർത്ഥനാ പരിപാടിക്ക് ചേർച്ച് സർവീസിനൊക്കെ പോകുന്ന ആളുകളുടെ എണ്ണം മാസത്തിലൊരിക്കൽ പോകുന്ന ആളുകളുടെ എണ്ണം ജനസംഖ്യയിൽ 5-1. ഫ്രാൻസിലത് 10-1. ഇപ്പം ഇത് കുറച്ച് മുമ്പുള്ള കണക്കാണ്, ഒരു 2019 കണക്കാണ്. ഇപ്പോൾ അതിനേക്കാളും കുറവാനാണ് സാധ്യത. അതാണ് ഈ ഇങ്ങനെ അടച്ചു പൂട്ടേണ്ടി വരുന്നത്. പക്ഷെ അതിനൊരു അൺഇൻറ്റൻഡഡ് കോൺസിക്വൻസസ് ഉണ്ടായി. അത് ലിബറലിസത്തിൻ്റെ തന്നെ സർവൈവലിന് അപകടപ്പെടുന്ന ഒരു കോൺസിക്വൻസാണ്, ഒരു ഔട്ട്കമാണ്. ആ ഒരു പഠനമാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് സമൂഹം കൂടുതൽ സെക്യുലറൈസ് ചെയ്യപ്പെട്ടു, സമൂഹം കൂടുതൽ ഇൻഡിവിജ്വലൈസേഷനിലേക്ക് നീങ്ങി. അപ്പം കുടുംബജീവിതം എന്നുള്ള സങ്കല്പത്തിൽ നിന്നൊക്കെ അതിനൊക്കെ കുറേ വീക്കൻ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ലിബറൽ ലോകത്ത് ജനസംഖ്യ ക്രൈസിസ് ഉണ്ടായി, ഡെമോഗ്രാഫിക് ക്രൈസിസ്. ഡെമോഗ്രാഫിക് ക്രൈസിൻ്റെ ഒരു റേറ്റ് ലെവൽ പറഞ്ഞാൽ സാധാരണ ഈ റീപ്ലേസ്മെൻറ്റ് ലെവൽ ഫെർട്ടിലിറ്റി എന്ന് പറയും. റീപ്ലേസ്മെൻറ്റ് ലെവൽ ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു രാജ്യം, ഒരു സിവിലൈസേഷൻ, അതിൻ്റെ ജനസംഖ്യ അതേപോലെ നിലനിർത്തണമെങ്കിൽ ഒരു സ്ത്രീക്ക് 2.1 കുട്ടികളുണ്ടാവണം. അതാണ് ഫെർട്ടിലിറ്റി റേറ്റ്. അതായത് 10 സ്ത്രീകൾക്ക് 21 കുട്ടികളുണ്ടാവണം. എന്നാൽ ഈ പറഞ്ഞ വെസ്റ്റേൺ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും പടിഞ്ഞാറൻ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഈ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ആവറേജ് ഒരു 1.5 ഇംഗ്ലണ്ടിൽ 1.6, ഫ്രാൻസിൽ കുറച്ചുകൂടി കൂടുതലുണ്ട്, സ്പെയിനിൽ ഭീകരമായ വിധത്തിൽ താഴെയാണ്. എന്ന് വെച്ചാൽ 1.2 ആ ലെവലിലാണ്. എന്ന് വെച്ചാൽ റിക്കവർ ചെയ്യാൻ ഇനി സാധ്യത പോലും കുറവായിരിക്കുന്ന രീതിയിലുള്ള ഡെമോഗ്രാഫിക് ക്രൈസിസ് നേരിടുന്നു. നിങ്ങളുടെ ഒരു സിവിലൈസേഷൻ അതേപോലെ നിലനിർത്തണമെങ്കിൽ അവിടെ ഉണ്ടാവേണ്ട ജനങ്ങളില്ലാതെ പോകുന്നു. അപ്പോൾ എന്ത് ആവശ്യമായി വരുന്നു? പുറമേ നിന്ന് ആളുകൾ വരേണ്ടി വരുന്നു, കുടിയേറ്റക്കാർ വരേണ്ടി വരുന്നു. അവർ മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവരുടെ സംസ്കാരങ്ങളുമായി വരികയാണ്. അല്ലാതെ നിങ്ങളുടെ സംസ്കാരവുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു, പക്ഷെ അത് സംഭവിച്ചില്ല. ഇപ്പം യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അമേരിക്കയിലെ പോലും പല സ്ഥലങ്ങളും ഇന്ന് അനുഭവപ്പെടുന്നത് ഈ ഡെമോഗ്രാഫിക് ക്രൈസിസിൻ്റെ ഭാഗമായി ഉണ്ടായ കുടിയേറ്റത്തിൻ്റെ പ്രവാഹം മൂലം ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ്.
അതൊക്കെ ഒരു 20 വർഷമൊക്കെ കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഡെമോഗ്രാഫിക് ക്രൈസിസിനെ കുറിച്ച് വിശദമായി പഠിച്ച ഒരു ഫ്രഞ്ച് തത്വചിന്തകനാണ്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണ്. റെനോ കമ്യൂ എന്നാണ് പേര്. പണ്ടൊരു ആൽബേർ കമ്യൂ ഉണ്ടായിരുന്നു, അതല്ല, ഇത് റെനോ കമ്യൂ. ഇദ്ദേഹം ഫ്രഞ്ച് ഇടതുപക്ഷത്തിൻ്റെ ഡാർലിംഗ് ആയിരുന്നു. 2012 ദ ഗ്രേറ്റ് റീപ്ലേസ്മെൻറ്റ് എന്നൊരു പുസ്തകം എഴുതുന്നത് വരെ ഇടതുപക്ഷത്തിൻ്റെ പ്രിയങ്കരനായ ആളായിരുന്നു. റൊളാങ് ബാർത്തിൻ്റെ ഒക്കെ സുഹൃത്തായിരുന്നു. ഇദ്ദേഹം പറഞ്ഞത് ഫ്രാൻസിനെ കുറിച്ചാണ്. കൂടുതലും ഫ്രാൻസിലാണ് അദ്ദേഹം നിരീക്ഷണം നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് നേറ്റീവ്സ്, അതായത് ഫ്രാൻസിലെ നേറ്റീവ്സ് വെള്ളക്കാർ, നേറ്റീവ്സ് ഓഫ് യൂറോപ്പ് ആർ സബ്ജക്റ്റഡ് ടു എ റിവേഴ്സ് കോളനൈസേഷൻ. നേരത്തെ വെള്ളക്കാരാണ് മറ്റ് രാജ്യങ്ങളിൽ പോയി കോളനൈസ് ചെയ്തതെങ്കിൽ ഇന്ന് അതിന് തിരിച്ച് മറ്റുള്ളവർ യൂറോപ്പിൽ വന്ന് റിവേഴ്സ് കോളനൈസേഷൻ. അദ്ദേഹം ഇതൊരു റേഷ്യലായിട്ടൊന്നുമല്ല പറയുന്നത്, ബയോളജിക്കലുമായിട്ടല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു സോഷ്യൽ ഫാക്ട് എന്നുള്ള നിലക്കാണ്. ഇതിനെ ഒരുപക്ഷെ മറികടക്കാൻ വേറെ വഴികളൊന്നും, ഇത് കാണുന്ന ഒരു നിരീക്ഷണം നടത്തുകയാണ്. ഒരു എക്സ്റ്റിങ്ഷൻ ലെവൽ ഇവൻറ്റിന് തുല്യമാണെന്നാണ്. അതായത് ഒരു ജീവി ഇല്ലാതാവുക, ഒരു സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ നേറ്റീവ്സിൻ്റെ, യൂറോപ്പിലെ വെള്ളക്കാരുടെ എക്സ്റ്റിങ്ഷൻ ലെവൽ ഇവൻറ്റ് തുല്യമാണ് ഇപ്പോൾ നടക്കുന്ന കാര്യം എന്നാണ്. ഈ സിദ്ധാന്തം, ഈ ഒരു തിയറി പറഞ്ഞതുകൊണ്ട് തന്നെ ഇദ്ദേഹം കോൺസ്പിറസി തിയറിസ്റ്റായി. പിന്നീട് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ഒരു ലേബലുണ്ടായി ഇടതുപക്ഷത്തിന്. ഇതാണ് ഫാർ റൈറ്റ് എന്നാണ്. നേരത്തെ രവീന്ദ്ര മാഷ് പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു ചാപ്പ അടിക്കുക. ഇപ്പം ഇതൊരു വാർത്ത, ഇത് രസകരമായെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ മാസത്തിൽ ഇദ്ദേഹം ബ്രിട്ടനിലൊരു പരിപാടിയിൽ സംസാരിക്കാൻ വരേണ്ടതായിരുന്നു. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തിന് വിസ നിഷേധിച്ചു. അതുകൊണ്ട് ആ യാത്ര അദ്ദേഹത്തിന് അപ്പീൽ പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപക്ഷെ ജോൺ സ്റ്റുവർട്ട് മില്ല് അത്ഭുതപ്പെടും. സ്വന്തം നിലനിൽക്കുന്ന സ്റ്റാറ്റസ് കോക്കെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം വേണമെന്ന് പറഞ്ഞ ലിബറലിസത്തിൻ്റെ ആചാര്യനായിട്ടുള്ള ജോൺ സ്റ്റുവർട്ടിലേക്ക് ഇത് ഈ വാർത്ത വായിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ധാരണകളെ തന്നെ തകിടം മറിക്കുന്നതായിരിക്കും. ഈ റെനോ കമ്യൂ ഇത് എഴുതിയത് വെറുതെ ഇങ്ങനെ മനസ്സിൽ തോന്നിയ കാര്യം എഴുതിയല്ല. യഥാർത്ഥത്തിൽ ഈ ലിബറൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു ഉദാഹരണം, ഇത് ലണ്ടനിലെ ഐക്കോണിക് ഒരു ബ്രിഡ്ജാണ്, ലണ്ടൻ ബ്രിഡ്ജ്, ടവർ ബ്രിഡ്ജ് എന്ന് പറയും. അവിടെ മെയ് 21 ബാങ്ക് വിളിക്കുകയാണ്. ഒരു റംസാൻ മാസത്തിൽ അവിടെ പോലീസുകാരൊക്കെ ചുറ്റും നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണ സംരക്ഷണം നടത്തും. അപ്പോൾ ഇത് കൾച്ചറലായിട്ടുള്ളൊരു സിവിലൈസേഷണൽ ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. അതൊരു വെറുതെ ഡെല്യൂഷൻ ആയിട്ട് പറഞ്ഞല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് പടിഞ്ഞാറൻ യൂറോപ്പിലെ ലിബറൽ ലോകത്തെ പല രാജ്യങ്ങളും ഇസ്ലാം ഒരു തരത്തിൽ റീഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ അടുത്ത കാലത്ത് ഡഗ്ലസ് മുറി എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തനം എഴുത്തുകാരനൊക്കെയാണ്, ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കുറേ പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് കഴിഞ്ഞ മാസം ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ് ഡെമോക്രസീസ് ആൻഡ് ഡെത്ത് കൾട്ട്സ് എന്നാണ്. ഞാൻ വായിച്ചിട്ടില്ല, അത് വാങ്ങിയിട്ടില്ല. ഈ പുസ്തകത്തിൻ്റെ ഇതിൻ്റെ ഭാഗമായി നടത്താൻ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയാണ്, ഞാൻ ഈ ഇൻ്റർവ്യൂ തരാൻ വേണ്ടി ലണ്ടനിലൂടെ ടാക്സിയിൽ പോകുമ്പം കാണുന്ന കാഴ്ചയാണ് ഈ പോസ്റ്റുകളിലൊക്കെ ട്രസ്റ്റ് അള്ളാഹ് ആൻഡ് ഗിവ് സക്കാത്ത് എന്നൊക്കെ. ഇത് നിരവധി ഇങ്ങനെ റോഡ് സൈഡ് പോസ്റ്റുകളിലൊക്കെ കാണുന്നൊരു കാഴ്ചയാണ്. അത് ഞാൻ നെറ്റിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ ആണ്. ഒരുപാട് ആളുകൾ, എഴുത്തുകാരും ചിന്തകരും ഒക്കെ ഇന്ന് കാണുന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ കൊടുത്തിരുന്നു. ലിബറലിസം നേരിടുന്ന അപകടത്തെക്കുറിച്ച്. അതിലൊരു ജെയിംസ് ബേൺഹാമിൻ്റെ ഒരു പുസ്തകമാണ്, 1964 എഴുതിയാണ്. അന്ന് ഈ സൂയിസൈഡ് ഓഫ് ദ വെസ്റ്റ് എന്നുള്ള പുസ്തകം
അന്ന് ഒരു അത്ഭുതമായിരിക്കും. ഇന്നേതാണ്ട് അങ്ങനെ ഇപ്പം സ്ട്രേഞ്ച് ഡെത്ത് ഓഫ് യൂറോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ ഇപ്പം ഉണ്ട്. ഈ ഞാൻ പറഞ്ഞ ഡഗ്ലസ് മറയുടെ ഒരു പുസ്തകമാണ് ദ സ്ട്രേഞ്ച് ഡെത്ത് ഓഫ് യൂറോപ്പ്. ഇതിൽ ലിബറലിസത്തിൻ്റെ തന്നെ പരിമിതികളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ നമുക്കൊക്കെ പരിചയമുള്ള ഒരു മിക്കവാറും ആളുകളിൽ ഒരു പക്ഷേ വായിച്ചിരിക്കാൻ സാധ്യതയുള്ളതാണ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ. ഹണ്ടിങ്ടൻ്റെ സാമുവൽ ഹണ്ടിങ്ടൻ്റെ പുസ്തകമാണ്. 1996 ഇത് എഴുതിയത്. സാമുവൽ ഹണ്ടിങ്ടൺ ഇത് എഴുതിയപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു ലിബറൽ ലോകത്ത്. നമ്മുടെ അമർത്യ സെൻ ഒക്കെ സാമുവൽ ഹണ്ടിങ്ടൻ്റെ വിമർശകനായിരുന്നു. അമർത്യ സെൻ പറഞ്ഞത് സാമുവൽ ഹണ്ടിങ്ടൺ ഈ കൃതിയിലൂടെ എല്ലാ സങ്കീർണമായ മനുഷ്യ സ്വത്വങ്ങളെയൊക്കെ ഒരു സിംഗിൾ ഡയമെൻഷനിലേക്ക് ചുരുക്കി, അതായത് സിവിലൈസേഷൻ എന്ന ഒരു സിംഗിൾ ഡയമെൻഷനിലേക്ക് ചുരുക്കി നിലനിൽക്കുന്ന സംഘർഷങ്ങളെ കൂടുതൽ വഷളാക്കുന്നു എന്നുള്ളതാണ് അമർത്യ സെൻ പറഞ്ഞത്. പക്ഷെ ഇന്ന് നമുക്കറിയാം അമർത്യ സെൻ ഈസ് റോങ് ആൻഡ് ഹണ്ടിങ്ടൺ ഈസ് റൈറ്റ്. പിന്നെ ഈ ഡെമോഗ്രാഫിക് ക്രൈസിസിനെ കുറിച്ച് കുറച്ച് മുമ്പ് 2009 എഴുതിയൊരു പുസ്തകമാണ് ക്രിസ്റ്റഫർ കാൾഡ്വെല്ലിൻ്റെ റിഫ്ലക്ഷൻ ഓൺ റെവല്യൂഷൻ ഇൻ യൂറോപ്പ്. ഇത് ഡഗ്ലസ് മറയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ ഡഗ്ലസ് മറയുടെ 2017 പുസ്തകമാണ് ദ സ്ട്രേഞ്ച് ഡെത്ത് ഓഫ് യൂറോപ്പ് എന്നാണ്. യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സിവിലൈസേഷണൽ ചേഞ്ചിനെ കുറിച്ചൊക്കെയാണ്. ഇത് പിം ഫോർച്യൂൺ ഒരു ദുരന്ത കഥാപാത്രമാണ്. ഞാൻ നേരത്തെ റെനോ കമ്യൂനെ കുറിച്ച് പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിൻ്റെ ഡാർലിംഗ് ആയിരുന്നു അദ്ദേഹം. ഈ പുസ്തകം എഴുതുന്നവരെ എഗൻസ്റ്റ് ഇസ്ലാമൈസേഷൻ ഓഫ് അവർ കൾച്ചർ. ഡച്ചുകാരനാണ്, നെതർലാൻഡ്സ്. അവിടുത്തെ നെതർലാൻഡ്സിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ മാർക്സിസ്റ്റ് പ്രൊഫസറാണ്, മാർക്സിസം പഠിപ്പിക്കുന്ന ആയിരുന്നു. അദ്ദേഹം ഈ പുസ്തകം എഴുതിയോട് തന്നെ ഫാർ റൈറ്റായി, അല്ലെങ്കിൽ റൈറ്റ് വിങ് ആയി. 1997 ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. 2002 അദ്ദേഹം കൊല്ലപ്പെടുന്നു. ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത്, റേഡിയോ ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നു, അതിൽ പങ്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ്. നമ്മൾ പെട്ടെന്ന് കരുതും ഇസ്ലാമിസ്റ്റ് ആയിരിക്കും വെടിവെച്ച് വന്നത്. അല്ല, പ്യോർ വേഗൻ ആയ ഇടതുപക്ഷക്കാരനാണ്, ഒരു ലെഫ്റ്റ് ആക്ടിവിസ്റ്റാണ് ഇയാളെ വെടിവെച്ച് വന്നത്. അപ്പം മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഒക്കെ അവഗണിച്ചു. ഒരു 25 വർഷം, ഒരു 1/4 നൂറ്റാണ്ട് പിറകോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ലിബറൽ ജനാധിപത്യം ഒരു വലിയ ആഘോഷ തിമിർപ്പിൻ്റെ നടുവിലായിരുന്നു. ഞാനൊക്കെ അന്നേരം ഒരു രാഷ്ട്രീയമൊക്കെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഇല്ലാതാവാൻ പോകാത്തൊരു സാധനമാണ്, അതിൻ്റെ ടിറണിയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നൊക്കെ നമ്മളൊക്കെ ധരിച്ചിരുന്ന സമയത്താണ് ബെർലിൻ വാള് തകരുന്നത്. ബെർലിൻ വാളിൻ്റെ തകർച്ച എന്നത് ഒരു സ്വതന്ത്ര വിപണിയുടെ, സ്വതന്ത്ര വ്യാപാരത്തിൻ്റെ, അല്ലെങ്കിൽ ആഗോളീകൃതമായൊരു ലോകത്തിൻ്റെയൊക്കെ ഒരു തുടക്കം കുറിക്കുന്ന ഒരു മഹാസംഭവമായിരുന്നു. നമ്മുടെ ഭാവിയൊക്കെ വളരെയധികം ശോഭനമായിരിക്കുമെന്ന് കരുതിയിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്തിരുന്ന ഒരു കാലം. കമ്മ്യൂണിസത്തിനെതിരെ ലിബറലിസം നേടിയ വലിയ വിജയത്തിൻ്റെ ആഘോഷത്തിമിർപ്പിലായിരുന്നു. പക്ഷേ ശരിയാണ്, ഈ ഗ്ലോബലൈസ്ഡ് ലോകം ഒരുപാട് രാജ്യങ്ങളെ, ഇപ്പം നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെയൊക്കെ ഒരുപാട് സാമ്പത്തികമായിട്ടൊക്കെ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സഹായിച്ചു എന്നത് ശരിയാണ്. പക്ഷേ ലിബറലിസത്തിൻ്റെ ഈറ്റില്ലമായ, അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്ന രാജ്യങ്ങളുടെ കാര്യം കഷ്ടമാണ്. ഇത് ജർമ്മനിയിലെ ഹാംബർഗ് നഗരത്തിൽ കഴിഞ്ഞ വർഷം നടന്ന ഒരു ഖിലാഫത്ത് സമ്മേളനമാണ്. അതായത് ജർമ്മനിയിൽ ഖലീഫ ഭരണം ഇങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ മുസ്ലിം ഇനീഷ്യേറ്റീവ് എന്നാണ് ആ സംഘടനയുടെ പേര്. ഒരു മതം പിറകോട്ടേക്ക് പോകുന്നു, ആ വാക്യൂം, ആ വിടവ് നികത്തുന്നത് മറ്റൊരു മതമാണ്. ആ മതം ഈ ലിബറലിസത്തിൻ്റെ ഒരു തത്വങ്ങളെയും അംഗീകരിക്കുന്നതല്ല. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്ലാമിസം, പൊളിറ്റിക്കൽ ഇസ്ലാം എങ്ങനെയൊക്കെയാണ് യൂറോപ്പിലെ അല്ലെങ്കിൽ ലിബറൽ രാജ്യങ്ങളെ റീഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഈ അജണ്ടയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നത്
ലെഫ്റ്റാണ്, ഇടതുപക്ഷം, റാഡിക്കൽ ലെഫ്റ്റ് എന്നൊക്കെ പറയാം. ഒരു റെഡ് ഗ്രീൻ അലയൻസ് ആണ് ഇന്ന് ലോകത്ത് ലിബറലിസം നേടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്നത്. ഞാൻ തുടങ്ങിയത് കാൾ പോപ്പറിലാണ്. കാൾ പോപ്പർ 1945 അദ്ദേഹം ഈ പാരഡോക്സ് ഓഫ് ടോളറൻസ് എന്ന ആശയം ഈ ഓപ്പൺ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് എനിമീസ് എന്ന കൃതിയിൽ പറയുമ്പോൾ അതിൽ പറഞ്ഞൊരു വാക്കാണ്, ഇഫ് വി എക്സ്റ്റെൻഡ് അൺലിമിറ്റഡ് ടോളറൻസ് ടു ദോസ് ഹു ആർ ഇൻടോളറൻറ്റ് then the tolerant will be destroyed and tolerance with them ആണ്. ഒരുപാട് അനിയന്ത്രിതമായി സഹിഷ്ണുതയില്ലാത്തവർക്ക് കൂടി നീട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാകുന്ന ടിറണി ആയിരിക്കും. ടോളറൻസ് ഉണ്ടാവില്ല, ടോളറൻസ് നടപ്പാക്കുന്ന ആളുകളുണ്ടാവില്ല, ടിറണി ആയിരിക്കും. ഈ കാൾ പോപ്പറിനെ പോലുള്ള അന്നത്തെ ലിബറൽ ക്ലാസിക്കൽ ലിബറലുകൾ ഇന്ന് ക്ലാസിക്കൽ ലിബറലുകൾ ഏതാണ്ട് രംഗം ഉപേക്ഷ മട്ടാണ്. അതിന് പകരം ഏതാണ്ട് നമ്മളിപ്പം പറയുന്നില്ലേ ഈ ലെഫ്റ്റ് ലിബറൽ എന്ന് പറയുന്നത് ഒരു തരം ഓക്സിമോറോണാണ്, പരസ്പരം ചേരാത്ത ഒന്നാണ് ലെഫ്റ്റും ലിബറലും. പക്ഷേ ഇതാണ് കൂട്ടുപിടിച്ചിട്ട് നമ്മൾ രണ്ടുപേരും കൂടി കഴിഞ്ഞാൽ ഭയങ്കര ശക്തമാവുന്നതാണ്. അങ്ങനെ ലെഫ്റ്റ് ലിബറൽ, അത് ശരിക്കും പറഞ്ഞാൽ വോക്ക് ലിബറൽ എന്ന് പറയാം. അപ്പം കാൾ പോപ്പറിനെ പോലുള്ള ആളുകൾ ഇതുപോലെ വളരെ ശക്തമായിട്ട് ഇത് പറയാവുന്ന ആളുകൾ ഇന്നില്ല എന്നുള്ളതാണ്. അതിന് പകരം ഒരുതരം സന്ദേഹികളുടെ ലിബറലിസമാണ്, സംശയമാണ്. നമ്മളിപ്പം ഈ ഇല്ലിബറലായിട്ടുള്ള ആളുകൾക്കെതിരെ നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ അപ്പം നമ്മളും പിന്നെ അവരും തമ്മിൽ എന്താ വ്യത്യാസം? ശരിയാണ്, ഫിലോസോഫിക്കലി ഇത് കറക്റ്റാണ്. പക്ഷേ ഇതൊക്കെ ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ചർച്ച ചെയ്യാം, ഈ ലിബറലിസത്തിൻ്റെ സന്ദേഹങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിമിതികളെക്കുറിച്ചൊക്കെ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെൻ ദ ബാർബേറിയൻസ് ആർ നോക്കിംഗ് അറ്റ് ദ ഡോർ, നമ്മൾ ഈ ലിബറലിസത്തിൻ്റെ ശത്രുവിന് ഇത്തരം ഒരു സന്ദേഹങ്ങളുമില്ല, അവന് നിശ്ചയദാർഢ്യമുണ്ട്, അവൻ്റെ ലക്ഷ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന അപകടം, അപ്പോൾ നമുക്ക് ആകെയുള്ളൊരു പ്രതീക്ഷ ഇങ്ങനെയുള്ള കാൾ പോപ്പറിനെ പോലുള്ള ക്ലാസിക്കൽ ലിബറലുകളുടെ ശക്തമായ ശബ്ദങ്ങൾ ഇനിയും ഈ ലിബറൽ ലോകത്തേക്ക് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട് എന്നൊരു പ്രതീക്ഷ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കുന്നു. നന്ദി.